നവംബർ 8 31 ആഴ്ചയിലെ ശനിയാഴ്ച. ലൂക്ക 16 9 മുതൽ 15 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ സമ്പന്നനാകാൻ കഠിനാധ്വാനം ചെയ്യും. അപ്പോൾ പ്രായമായി വിരമിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള എല്ലാ ഭൗതിക സമ്പത്തും ഉണ്ടായിരിക്കും. ഈ സമ്പത്ത് നേടാൻ അവൻ കഠിനാധ്വാനം ചെയ്തു. അഴിമതിയിലൂടെയും മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തിയും അവൻ സമ്പന്നനാകാൻ പരിശ്രമിച്ചു. അവൻ വിരമിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സത്യസന്ധമല്ലാത്ത സമ്പത്തിനുള്ള അത്യാഗ്രഹത്താൽ അവൻ പിശാചിനാൽ ഉടൻ തന്നെ പറിച്ചെടുക്കപ്പെട്ടു. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവത്തിനും സമ്പത്തിനും ഇടയിൽ വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കുവാനുള്ള അസാധ്യത അവിടെ നിന്ന് വിശദീകരിക്കുന്നു. സമ്പത്തുമായും ആളുകളുമായുമുള്ള നമ്മുടെ ഇടപെടലുകളിൽ സത്യസന്ധരായിരിക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. എന്താണ് സത്യസന്ധമല്ലാത്ത സമ്പത്ത്? ഈ ലോകത്ത് നമ്മെ അടിമകളാക്കുന്ന എന്തും ഇതിൽ ഉൾപ്പെടുന്നു. പണം, സ്വത്തുക്കൾ, പ്രശസ്തി, അധികാരം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഏതൊരു ആഗ്രഹവും. ഇവ നേടുമ്പോൾ നമുക്ക് ഒരു തെറ്റായ സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നു. അവ നമ്മെ പൂർണ്ണരും സന്തുഷ്ടരാക്കുമെന്ന് നാം കരുതുന്നു. എന്നിട്ട് അവയെ ഇങ്ങനെ വാരിപ്പുണരുന്നു. പക്ഷേ അവസാനം അവ നമ്മെ ശൂന്യരും അസ്വസ്ഥരുമാക്കി തീർക്കുന്നു എന്ന് നാം കണ്ടെത്തുന്നു. ഈ ലൗകിക സമ്പത്തുകളെ നാം കൂടുതൽ പിന്തുടരും തോറും നമ്മുടെ ഹൃദയങ്ങൾ വന്ധ്യമാവുകയും നാം ആഗ്രഹിക്കുന്ന സമാധാനത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. സത്യസന്ധമായ സമ്പത്ത് അല്ലെങ്കിൽ യഥാർത്ഥ സമ്പത്ത് എന്താണ്? അത് യേശു തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകം തന്നെ ആർക്കും ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിധിയുണ്ട്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ സാന്നിധ്യം നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നു. ഈ ജീവിതത്തിനപ്പുറം അവൻ്റെ സ്നേഹം നമ്മോടൊപ്പം നിലനിൽക്കുന്നു. ആ ദിവ്യബന്ധം സ്വർഗത്തിലെ നിത്യസന്തോഷത്തിലേക്കുള്ള നമ്മുടെ വഴിയായി മാറുന്നു. ലൗകിക സമ്പത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ മങ്ങുന്നു. അതിൻ്റെ ശക്തി കടന്നു പോകുന്നു, പ്രസക്തി മറന്നു പോകുന്നു. എന്നാൽ യേശുവിനെ അറിയുന്നതിലൂടെയും സ്നേഹിക്കുന്നതിലൂടെയും ലഭിക്കുന്ന സമ്പത്ത് എന്നേക്കുമായി നിലനിൽക്കുന്നു. അത് മോഷ്ടിക്കാനോ നശിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയാത്തൊരു നിധിയാണ്. ഒരു ഭൗതിക വസ്തുവിനും ഒരിക്കലും നൽകാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്ന ഒന്നാണ് യേശുവാകുന്ന സമ്പത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്കൊന്ന് നോക്കാം. നശിച്ചു പോകുന്ന നിധികളാണോ നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്? അതോ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന നിധികളാണോ? നമ്മുടെ കൈവശം യഥാർത്ഥത്തിൽ യേശുവാണോ ഏറ്റവും വലിയ നിലനിൽക്കുന്നതായ സമ്പത്ത്? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.